രണ്ടാം ദിവസവും ഇ.ഡി. യോഗം കൊച്ചിയിൽ തുടരുകയാണ്. ഇ.ഡി. ദക്ഷിണമേഖലാ മേധാവി പ്രശാന്ത് കുമാർ കൊച്ചി ഓഫീസിലെത്തിയിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാട്, വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടം അടക്കമുള്ള കേസുകളുടെ അവലോകനം ഈ യോഗത്തിൽ ഉണ്ടാവുന്നു. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചെന്നത്. രാഗിന് അതിപ്രധാനമാണല്ലോ, 2 ദിവസം ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ യോഗം. ഈ രണ്ടാം ദിനത്തിൽ എന്തൊക്കെ ചർച്ചകളുണ്ടാകും, ഏത് തരത്തിൽ അവലോകനം, ഇന്നലത്തെ യോഗത്തിന് ശേഷം ഇ.ഡി. വൃത്തങ്ങളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? എന്തായാലും തുടർ നടപടികൾ ഇ.ഡി. വേഗത്തിലാക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ നീക്കുകയും ചെയ്യുന്നത്. സുപ്രധാനമായിട്ടുള്ള 2 കേസാണ് ഇപ്പോൾ ഇ.ഡി. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് CMRL എക്സാലോജിക് ഇടപാട് കേസാണ്, മറ്റൊന്ന് അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ചിട്ടുള്ള കേസാണ്. ഈ രണ്ടിലും അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ്. ഈ CMRL എക്സാലോജിക് ഇടപാട് കേസിൽ CMRലുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വീണയുടെ അടക്കം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. വീണയെ വീണ്ടും വിളിപ്പിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം സിവിൽ നടപടികൾ ഇ.ഡി. മുന്നോട്ട് നീക്കുകയാണ്. ഇനി കണ്ടുകെട്ടൽ നടപടികളിലേക്ക് പോകണം. ആ കേസിൽ വീണയുടെ കുടുംബാംഗങ്ങളുടെയും സ്വത്തുവിവരങ്ങളടക്കം ഇ.ഡി. ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെയായി ഇ.ഡി. മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവലോകനം, തുടർ നടപടികളൊക്കെ തന്നെയാണ് ഇ.ഡി. ആലോചിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വേണമെന്നടക്കമുള്ള കാര്യങ്ങളും നോക്കും. ഇന്ന് ഇപ്പോൾ പ്രധാനമായും സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ അടക്കം യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കേസുകളുടെ അവലോകനമാണ് പ്രധാനമായും ഇ.ഡി. നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ.ഡി. കക്ഷിയേർന്നിട്ടുണ്ട്. ആ കേസിന്റെ മുന്നോട്ട് പോക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇ.ഡി. നോക്കും. കാരണം അതിൽ ഗൂഢാലോചന പാർട്ടടക്കം വിശദമായി അന്വേഷിക്കണം എന്ന നിലപാടാണ് ഇ.ഡിക്കുള്ളത്. എന്തായാലും ഇതിൽ ഒരു തീരുമാനം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരികയാണ്.